അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല സൂപ്പർ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണ്. നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. ഇതേപോലെ ഒന്ന് വെക്കുക. സൂപ്പർ കറിയാണ്, പൊളി. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, പെരുംജീരകം, ലേശം മല്ലിപ്പൊടി എന്നിവയിട്ട് നല്ല വൃത്തിയാണ് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയാണ് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക. നല്ല ഫൈനായിട്ട് അരയണം. അതിന് ശേഷം നമുക്ക് അത് അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് കടുവറുക്കാൻ ആവശ്യമായ കറിവേപ്പില വേണമല്ലോ, അതും കൂടി കൊണ്ടുവരാം. നമുക്കിവിടെ കറിവേപ്പില മരമുണ്ട്, അതിൽ നിന്ന് ഞാൻ ലേശം കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതാണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും പൊട്ടിച്ച്, ഇഞ്ചി, പിന്നെ പച്ചമുളക് എന്നിവയിട്ട് നല്ല ഇണക്കൊന്ന് വാട്ടിക്കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുമ്പോഴത്തേക്ക് അതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കൊച്ചുള്ളി എത്ര വേണമെങ്കിലും എടുക്കാം, നല്ല ടേസ്റ്റാണ് കറിക്ക്. അന്നേരത്തേക്ക് ഞാൻ ദാണ്ടേ കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല ഇണക്കൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്തും കൊടുത്ത് അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് നല്ല വൃത്തിയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ദാണ്ടേ ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളെ കറി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇളക്കരുത്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ലേശം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നല്ല കണക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാനിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. ദാണ്ടേ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ദാണ്ടേ പ്രസ്സിൽ പരത്തി ചുട്ടെടുക്കുന്നുണ്ട്. രാവിലെ മോനിക്ക് കൊടുത്തു വിടാനും കൂടിയാണ്. മോന് സ്കൂളിലുണ്ടെന്ന്, അന്നേരത്തേക്ക് അവന് കൊടുത്തു വിടാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എൻ്റെ മുട്ടക്കറി മിസ് ചെയ്യില്ലേ? സൂപ്പർ കറിയാണ്, അത് നിങ്ങൾ ചെയ്യണം. അതിൻ്റെ മോനിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ലഞ്ച് ബോക്സിനകത്താക്കുകയാണ്. അവന് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു, ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ചപ്പാത്തി മുട്ടക്കറി ആയപ്പോഴത്തേക്ക് അത് മതി കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ദാണ്ടെ പാത്രത്തിലെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു ഗൈസ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.